Dear friends, welcome to the class on English grammar and usage. Today we are discussing a very basic element of English grammar, verbs. As you know, verb is a part of the word class we have already discussed. So what are verbs? Verbs are words which denote action, condition or experience of the subject in a sentence. That means what happens to the subject, what the subject does, or what it is. She sings, she is happy, she feels tired. So, in examples, the verbs sings, is, and feels are the verbs and denotes the action. Is denotes the condition in which the subject is now, and feels is the experience subject. So verbs are very central in a sentence. It denotes the action, and sentences are actually used for denoting action. So verbs are very central. There are many different categories of verbs. One category is transitive and intransitive verb. Second category, stative and dynamic verbs. Third one, lexical and auxiliary verbs. Fourth one, finite and infinite verbs. Fifth one, regular and irregular verbs. So we will take one by one. So what is transitive and intransitive verb? What is it? Transitive verb is actually a verb that takes an object in a sentence. Sometimes we may have an object in a sentence, to complete its meaning. He was writing a letter. ഇവിടെ writing എന്നതാണ് verb. And this verb has an object. എന്താണ് ആ ഒബ്ജക്റ്റ്? എ ലെറ്റർ. സോ റൈറ്റിംഗ് എന്ന വേർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയും. അങ്ങനെ മൂന്ന് തരത്തിലുള്ള ട്രാൻസിറ്റീവ് വേർബ്സ് ഉണ്ട്. മോണോട്രാൻസിറ്റീവ് വേർബ്. മോണോട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഓൺലി വൺ ഒബ്ജക്റ്റ്. ഷീ ലൈക്സ് മ്യൂസിക്. ഡൈട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എ ഡിറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ആൻ ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ് ഓൾസോ. ഐ ഗേവ് ഹിം സം മണി. ഇവിടെ നമുക്കറിയാം മണി എന്ന് പറയുന്നത് ഡിറക്റ്റ് ഒബ്ജക്റ്റ്, ഹിം എന്ന് പറയുന്നത് ഇൻഡിറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡ്രൈ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയും. ഇനി അടുത്തത് കോംപ്ലക്സ് ട്രാൻസിറ്റീവ് വേർബാണ്. അവിടെ ഒബ്ജക്റ്റും ഒരു ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ദേ മെയ്ഡ് ഹിം ദ മാനേജർ. ദേ മെയ്ഡ് ഹിം ദ മാനേജർ. ഹിം എന്നുള്ളതാണ് ഇവിടെ ഒബ്ജക്റ്റ്. ദ മാനേജർ എന്നുള്ളത് ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്, ഒബ്ജക്റ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ട്രാൻസിറ്റീവ് വേർബ്സ് ഉണ്ട്. ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഡസൻ ടേക്ക് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. ടു ഫുൾഫിൽ ദ മീനിങ് ദർ ഈസ് നോ നീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഷീ സ്ലെപ്റ്റ് ഫോർ 7 hours. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. 7 hours എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനറാണ്. അല്ലെങ്കിൽ ഹീ വാക്ഡ്, അവിടെ ഒബ്ജക്റ്റ് ഇല്ല. നമുക്ക് ചോദിക്കാൻ പറ്റില്ല വാട്ട് ഈസ് ഒബ്ജക്റ്റ് എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അടുത്ത കാറ്റഗറി സ്റ്റേറ്റീവ് ആൻഡ് ഡൈനമിക് വേർബ്സ് ആണ്. ഇത് നമ്മൾ ആദ്യം വേർബ്സിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ പറഞ്ഞു, വേർബ്സ് റെഫർ ടു ദ ആക്ഷൻസ് ആൻഡ് ദേ ഓൾസോ റെഫർ ടു ദ കണ്ടീഷൻ. സോ ഇവിടെ സ്റ്റേറ്റീവ് വേർബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ആക്ച്വലി റെഫേഴ്സ് ടു ദ കണ്ടീഷൻ ദാറ്റ് ഈസ് സ്റ്റേറ്റിക്, നോട്ട് ചേഞ്ചിങ് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ സ്റ്റേറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുള്ള വേർബുകൾ നമുക്ക് പറയാറുണ്ട്. ബി, ഹാവ് തുടങ്ങിയ വിഭാഗത്തിലുള്ള വേർബുകൾ, അതുപോലെ തന്നെ കണ്ടീഷനെ സൂചിപ്പിക്കുന്ന വേർബുകൾ, മെൻ്റൽ സ്റ്റേറ്റസിനെ, മെൻ്റൽ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്ന വേർബുകൾ. ഇതെല്ലാം സ്റ്റേറ്റീവ് വേർബുകളാണ്. ഇവയുടെ പ്രത്യേകത ഇവയ്ക്ക് കണ്ടിന്യൂസ് ഫോം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഐ ആം ഹാവിങ്, അല്ലെങ്കിൽ ഐ ആം ലൈക്കിങ്, ഇറ്റ് ഈസ് സീമിങ്, ഐ ആം പ്രിഫറിങ് തുടങ്ങിയത് പറയാറില്ല. നിങ്ങൾ കണ്ടു കാണും, പക്ഷേ എങ്കിൽ പോലും ഡസൻ ബിലോങ് ടു ഗുഡ് ഇംഗ്ലീഷ്. അപ്പോൾ അങ്ങനെ നമ്മൾ ING ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അതൊരു കണ്ടീഷൻ ആണ് എന്നുള്ളതുകൊണ്ടാണ്, സ്റ്റേറ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ING ഫോമിൽ പ്രോഗ്രസീവ് ടെൻസിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയില്ല.
The second category or second type is dynamic or action verbs. So the meaning is clear from the word itself. The word describes a continued or progressive action. The state of action being continued or progressive. ഇതിന് ഉദാഹരണം ചോദിച്ചാൽ നമുക്കിപ്പോൾ ഞാനിവിടെ ഉദാഹരണം നോക്കൂ. ആക്ട് തൊട്ട് സൂം വരെ, എ തൊട്ട് സെഡ് വരെയുള്ള മിക്കവാറും എല്ലാ വേർബ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ലാംഗ്വേജിൽ അധികവും ഡൈനമിക് വേർബ്സ് ആണ്, അല്ലെങ്കിൽ ആക്ഷൻ വേർബ്സ് ആണ്. ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന, ഒരു പ്രവൃത്തിയുടെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന വേർബ്സിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഡൈനമിക് വേർബ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് കാറ്റഗറി, ലെക്സിക്കൽ ആൻഡ് ഓക്സിലിയറി വേർബ്സ്. ലെക്സിക്കൽ വേർബ്സ് ആർ ഓൾസോ കോൾഡ് ആസ് മെയിൻ വേർബ്സ്. ഇതിന് ഒറ്റ ഡെഫിനിഷൻ നമ്മൾ ഓർത്താൽ മതി. ദേ ഹാവ് ഇൻഡിപെൻഡൻറ്റ് മീനിങ് ആൻഡ് ദേ ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആക്ഷൻ വേർബ്സ് എല്ലാം അതിൽ പെടുത്താം. മോസ്റ്റ് ഓഫ് ദ വേർബ്സ് ഇൻ ദ ലാംഗ്വേജ് ഓർ ഇൻ എനി ലാംഗ്വേജ് ആർ ലെക്സിക്കൽ വേർബ്സ്. ഓക്സിലറി വേർബ്സിനെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം. ഇംഗ്ലീഷിൽ തന്നെ ഏതാണ്ട് 30 എണ്ണമാണ് ഉള്ളത്. ഏതാണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ ചിലത് എപ്പോഴും ഇംഗ്ലീഷിൻ്റെ ഏത് ലാംഗ്വേജിൻ്റെയും കാര്യത്തിലൊരു എക്സംഷൻസ് ഉണ്ട്. വി കനോട്ട് സേ ഫോർ ഷുവർ. അതിൻ്റെ അർത്ഥത്തിലാണ് ഞാൻ ഏതാണ്ട് എന്നുള്ളത് പറഞ്ഞത്. സോ ആസ് വി നോ, ലെക്സിക്കൽ വേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള വേർബ്സിൽ 99% ലെക്സിക്കൽ വേർബ്സ് ഓർ മോർ ദാൻ 99%. അവയ്ക്ക് ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആക്ട്, ബിൽഡ്, അപ് ടു സൂം എന്ന് പറയുന്നത് വെച്ചാൽ എ ടു സെഡ് എല്ലാം നമുക്ക് കാണാം. ദേ ഹാവ് ദെയർ മീനിങ് ആൻഡ് ദേ ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എനി ലാംഗ്വേജ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ദേ ആർ ഫങ്ഷൻ വേർഡ്സ്. ദേ ഹാവ് സം ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻസ്. അതിനാണ് അവ നിലനിൽക്കുന്നത്. അത് ലാംഗ്വേജിൽ ലിമിറ്റഡ് ആണ്. മീനിങ്ങിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അപ്പോൾ ഷാൽ, വാട്ട് ഈസ് ദ മീനിങ്? നമുക്ക് അതിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഇല്ല. വെൻ ഇറ്റ് ഈസ് ആക്ച്വലി ആഡഡ് ടു അനദർ വേർഡ് നമുക്ക് പറയാം. ഷാൽ റൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനർത്ഥം വരുന്നുണ്ട്. പക്ഷേ ഷാൽ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് അർത്ഥം പറയാൻ കഴിയില്ല. ദർ ആർ സം വെരി വെരി ക്രൂക്കഡ് വേ ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ദോസ് തിങ്സ്, ബട്ട് ദാറ്റ് ആർ നോട്ട് ടു ബി ഡിപ്പെൻഡൻറ്റ്. ഈ ഓക്സിലറി തന്നെ 3 തരമുണ്ട്. രണ്ട് തരമുണ്ട്. ഒന്ന് പ്രൈമറി ഓക്സിലറീസ്, ബി, ഡു, ഹാവ് ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോംസ് ഓഫ് ബി, ഈസ്, ആർ, വാസ്, വേർ, അതൊക്കെയാണ് ബിയുടെ ഫോം. ഡു എന്നുള്ളതിൻ്റെ ഫോം യു നോ, ഡു, ഡസ്, ഡിറ്റ്. ഹാവ് എന്നുള്ളതിന് നിങ്ങൾക്കറിയാം, ഹാസ്, ഹാവ്, ഹാഡ്. മൊഡാൽ ഓക്സിലറീസ് ഓർ മോഡൽ ഓക്സിലറീസ്, മൊഡാൽ ഓക്സിലറീസ് എന്നാണ് ഒന്നുകൂടി നല്ല പ്രൊണൗൺസിയേഷൻ. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മസ്റ്റ്, മൈറ്റ്, ഓട്ട് ടു, ഇങ്ങനെയുള്ളതാണ്. ഇതിൽ 10 ഉണ്ടെന്ന് പറയുന്നു, 12 ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ബി, ഹാവ്, ഇതൊക്കെ ലെക്സിക്കൽ വേർബ്സായിട്ട് ഉപയോഗിക്കും. ഐ ഹാവ് എ പെൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ വേർബായിട്ടാണത് ഉപയോഗിക്കുന്നത്. മെയിൻ വേർബ് എന്നുള്ളതൊക്കെ അത് ലെക്സിക്കൽ വേർബ് കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സംഷൻസ് എല്ലാത്ത കാര്യത്തിലുള്ളതുപോലെ ഇവിടെയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് ഫിനിറ്റ് വേർബ്സ് ആൻഡ് ഇൻഫിനിറ്റ് വേർബ്സ്. ഫിനിറ്റ് വേർബ്സ് are the verbs that change their forms with a change in tense or with a change in the number or person of the subject. ഇതിനാണ് നമ്മൾ ഫിനിറ്റ് വേർബ് എന്ന് പറയുന്നത്. നോൺ ഫിനിറ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് അർത്ഥം പിടികിട്ടി, ദേ ഡു നോട്ട് ചേഞ്ച് ദെയർ ഫോം. അപ്പോൾ ഫിനിറ്റ് വേർബ്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദേ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ വാക്ക് എന്നുള്ളത് വാക്ക്ഡ് ആവുന്നു, വാക്കിംഗ് ആവുന്നു. ദാറ്റ് ഹാപ്പൻസ് number, person of the subject and also according to the tense of the sentence. Non-finite verbs do not change, I have already mentioned. There are 3 types of non-finite verbs. One is called infinitives, second one is called the gerund, and the third one is participle or participles. Infinitives are actually the root of the verb. There are 3 types of infinitives. One is to infinitive, that is to. To is a root of the verb and that is called as to infinitive. To walk, to write, etc. etc. Bare infinitive is actually without this to. Root of the bare infinitive. Walk, root, write, etc. And there is another third type of infinitive and that is known as passive infinitive.
That is to be plus past participle. To be arrested, to be taken. ഇതൊക്കെയാണ് തേർഡ് ടൈപ്പ് ഓഫ് ഇൻഫിനിറ്റീവ്. ജെറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വർക്ക്സ് ആസ് എ നൗൺ ബൈ ing. For example, running, good for health. Sitting for a long time is not good for health. So these are called as gerunds. The third one is participles. There are three types of participles. One is past participles, usually formed with ed or en, etc. That is the third tense of the verb. Walk, walked, walked. So that is past participle. Then present participle. What we usually call as ing form or present continuous tense. Writing. Continuous form of the or progressive form of the tense is also known as present participle. Past participle is actually ing form is added to have. Having completed job, went out of the room. Here we can see that the sentence is starting. The sentence has been started with a perfect participle. So that is perfect participle. So these are the finite and infinitive verbs. The last category is regular and irregular verbs. Regular verbs follow a pattern to create simple past and past participle. You see, take the example of walk. You just add ed, that is walked, to form the past simple and also to form the past participle. Walk, walked, walked. So this is the regular pattern for most of the English verbs. Regular pattern. But there is another pattern, Take the example of run. Run, ran, run. So you can see that the past simple is actually changed, is having a change with just a vowel, and the past participle is the same as the root of the verb. So these kind of verbs are called as irregular verbs. They are not following a pattern to form past simple or past participle. So regular verbs follow a pattern. Irregular verbs do not follow a pattern. This is the difference. So take the case of irregular verbs. There are three types of irregular verbs. One is those verbs in which the three forms are the same. No change at all. Put, put, put. Cut, cut, cut. The second is in which two of the three forms change. Two of the three forms change. Two of the three forms are the same anyway, changing or not changing. So sit, sat, sat. Run, ran, run. So sometimes it changes, sometimes it doesn't change. Anyway, any two of the three forms are the same. And the third category, in which there are three forms different to each other. Drink, drank, drunk. The root of the verb is drink. Past tense is drank. Past participle is drunk. The irregular verbs are called strong verbs and regular verbs are called weak verbs. Actually, it should be the vice versa. നമുക്ക് ആലോചിക്കുമ്പോൾ തോന്നും മറിച്ചാണ് വേണ്ടത്. റെഗുലർ ആയിട്ടുള്ള ആളുകളാണ് സ്ട്രോങ് എന്ന് നമ്മൾ പറയേണ്ടത്. പക്ഷേ കഷ്ടകാലത്തിന് അവരെ വീക്ക് വേർബ്സ് എന്നും ഇറഗുലർ ആയിട്ടുള്ള വേർബ്സിനെ സ്ട്രോങ് വേർബ്സ് എന്നുമാണ് പറയുന്നത്. So this is about verbs. Thank you.